ഹായ് ഫ്രണ്ട്സ്, ഡയറോട്ട് പോവാം. ഫൈനൽ എപ്പിസോഡ്. അങ്ങനെ ഹീറോയി കോളേജിൽ വന്നായിരുന്നു. ഹീറോയി കോളേജിൽ വന്ന് വിള്ളി ഫോൺ ചെയ്ത് പറഞ്ഞു. അങ്ങനെ കൊണ്ട് സീനിയർ വന്നിട്ടുണ്ട് സീനിയർ എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ആ സീനിയർ വന്നു ഹീറോയ്ക്ക് പ്രപ്പോസ് ചെയ്യാൻ പ്ലാൻ ചെയ്തു. അങ്ങനെ ഹീറോ എനിക്ക് ഒരുപാട് ഹാപ്പി ഉണ്ട്, ഞാൻ ഗ്രാജുവേറ്റ്. അങ്ങനെയായിട്ട് സീനിയർ വന്ന് ഹീറോയിൻ നോക്കായിരുന്നു. അങ്ങനെയായിട്ട് ശരി ഇവൾക്ക് പ്രപ്പോസ് ചെയ്യാം എന്ന് അവൻ നിരച്ചു. അങ്ങനെയായിട്ട് ഹീറോയ്ക്ക് പ്രപ്പോസ് ചെയ്യാൻ എല്ലാ പ്ലാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഹീറോയി പറയാൻ തുടങ്ങി. അങ്ങനെയായിട്ട് അവിടുത്തെ പ്രിൻസിപ്പൾ ഗിഫ്റ്റായിട്ട് വരാൻ പോകുന്നത് BTS മെമ്പർ അവരുടെ കയ്യിൽ ഗിഫ്റ്റായിട്ട് കൊടുക്കട്ടെ എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് ഇങ്ങനെ സർട്ടിഫിക്കറ്റ് ഗിഫ്റ്റ് എല്ലാം കൊടുത്തു. എല്ലാത്തിൽ അങ്ങനെയായിട്ട് എല്ലാവർക്കും ഞാൻ പറയാൻ പോകുന്നുണ്ട്. ഹീറോയി പറയാൻ തുടങ്ങി. എല്ലാവരോടും കുഞ്ഞ് പറയണം കേട്ടോ, ഞാനിപ്പോൾ ഗ്രാജുവേറ്റായി, എനിക്ക് ഭയങ്കര ഹാപ്പി ഉണ്ട്, എനിക്ക് മാരേജായി എന്ന് റിവീൽ ചെയ്തു. BTS മെമ്പർക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇവൾ റിവീൽ ചെയ്യാൻ പറഞ്ഞിരുന്നു. ഇത്ര നാൾ റിവീൽ ചെയ്ത് സീക്രട്ട് ഇരിക്കട്ടെ, ഇവൾ പഠിക്കുന്നത് റിവീൽ ചെയ്ത് അങ്ങനെ സ്മെൽ ചെയ്ത് എല്ലാ ദിവസവും പറയാൻ തുടങ്ങിയ ആരാ ഹസ്ബൻഡ് എന്ന്, എനിക്ക് മാരേജായി. ഇത് ഹീറോയിനെ പ്രപ്പോസ് വന്ന സീനിയർക്ക് ഷോക്കായിരുന്നു. അതുമാത്രമല്ല വില്ലിക്ക് ഷോക്ക്. മാരേജായത് ഇവൾ പറഞ്ഞല്ലോ എന്ന് അവൾ വീട് പോയി മാറ്റിയായിരുന്നു. എന്ത് ചെയ്യുക എന്നാ വിള്ളീൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനായിട്ട് ആരാ ഹസ്ബൻഡ് എന്ന് എന്നെ ആഹ്റം എടുത്ത് പറയാൻ തുടങ്ങി. എവരിവേഡ് ഈസ് മൈ വൈഫ് എന്ന് എല്ലാവരോടും പറഞ്ഞു. എല്ലാ ഗേൾസുകളും ഷോക്ക്. സാർ, നിങ്ങൾക്ക് മാരേജായ? ആറും അങ്ങനെയായിട്ട് പറയുന്നു. ആറും പറഞ്ഞ് എൻ്റെ വൈഫാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും മാരേജായി, ഇവ ഞങ്ങളെ ഉറപ്പാണ് എന്നിട്ട് അവർ പറയാൻ തുടങ്ങി. അതുമാത്രമല്ല ഞങ്ങളെ ബേബീസ്, അങ്ങനെ ബേബീസ് വിളിച്ചായിരുന്നു. ബേബീസ് അവിടെ ബോഡി ഗാർഡ് തന്നെ. അങ്ങനെ സ്റ്റേജൊക്കെ ബേബീസ് എല്ലാം വന്നു. അങ്ങനെ ഹീറോയിനെ എടുത്തു. അങ്ങനെ 7 പേർ ബേബീനെ ഇങ്ങനെ ഹഗ് ചെയ്തായിരുന്നു. അവർ ബേബീസിനല്ല ഹീറോയിൻ നോക്കിയായിരുന്നു. ബേബീസ് സ്മൈൽ ചെയ്യുന്നു. ബേബീസ് എല്ലാം ഓരോരുന്ന കയ്യിൽ ബേബീസാണ്. അങ്ങനെയായിട്ട് ഹീറോയിൻ ജോലിയായിട്ട് എൻജോയ് ചെയ്താൽ തുടങ്ങിയായിരുന്നു. ഹീറോയിൻ്റെ കയ്യിൽ ഒരു ബേബീസ് ഉണ്ടായി. ഹീറോയിൻ എല്ലാവർക്കും ബേബീസിനെ ഹഗ് ചെയ്ത് ഹീറോയിൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതായത് ആ സീന് പിന്നെ താഴെ ഇറങ്ങി വന്ന ഹീറോയിൻ. അപ്പോൾ ബോഡി ഗാർഡ് അപ്പോൾ സീനിയർ പറയുന്നു. അങ്ങനെ ആറാം നോക്കിയായിരുന്നു. സീനിയർ നോക്കി മുറച്ചായിരുന്നു. അതിന് ഹീറോയിനെ ഇങ്ങനെ കാറിൽ കയറ്റി. അപ്പോൾ ആറാം പറയാൻ തുടങ്ങി. ആറാം ശരി ഓക്കെ. അങ്ങനെ ഹീറോയിൻ വീട്ടിലേക്ക് പോകാം. അങ്ങനെ ആ സീനിയറിന് സംസാരിക്കാൻ പറഞ്ഞാൽ ശരി സീനിയറിന് വിളിച്ചോണ്ട് വരാൻ വന്ന്. അങ്ങനെ സീനിയർ അങ്ങനെ ഹീറോയിൻ വീട്ടിലേക്ക് പോയി. അപ്പോൾ 2 കാറുണ്ടായിരുന്നു. അതിൽ അങ്ങനെ ഒരു സൈഡിൽ ഇരുന്നു ഞങ്ങൾ വരാം. ഹീറോയിനെ ഡ്രോപ്പ് ചെയ്തിട്ട് ബാക്കി 6 പേർ പോയി. ജിന്നാണ് ഡ്രൈവിങ് ചെയ്ത് കൊണ്ടുപോയത്. ബാക്കി 6 പേർ ഹീറോയിൻ കൂടെ പോയി. അങ്ങനെയായിട്ട് ഹീറോയിനെ ഡ്രോപ്പ് ചെയ്ത് വീട്ടിലേക്ക് അങ്ങനെയായിട്ട് അവർ ഉള്ള പ്ലേസിലേക്ക് വന്നു. അങ്ങനെ സീനിയറിൻ്റെ മിരട്ടായിരുന്നു. സീനിയർ നടന്ന കാര്യം പറഞ്ഞു. സീനിയറിന് മിരട്ടിയായിരുന്നു. സീനിയർ പേടിച്ച് പോയി. സോറി സാർ എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും വന്ന് ഹീറോയിൻ്റെ ജോലിയായിട്ട് എൻജോയ് ചെയ്യുന്നു.